ആൾക്കാർ വന്നിട്ട് എന്നോട് ചോദിക്കും എറണാകുളത്ത് ഏറ്റവും നല്ല സ്ഥലം എവിടെയാന്ന് ചോദിക്കും. എറണാകുളത്തോ? നമുക്ക് ആകെ അറിയാവുന്ന ഇടുക്കി അറിയത്തുള്ളൂ. എറണാകുളത്ത് എവിടെയാ നല്ല സ്ഥലം എന്ന് ചോദിച്ചാൽ നമ്മൾ പറയല്ല. ബോൾഗാട്ടി. പിന്നെ ആകെ അറിയാവുന്ന ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, യൂതത്തെരുവ്, ജോസ് സ്ട്രീറ്റ് ഒക്കെ നമ്മൾ പറയും. നമ്മൾ മുമ്പേ കണ്ടക്കടവ് ഇങ്ങോട്ട് വെള്ളത്തിൽ ക്രോസ് ചെയ്തില്ലേ, അതിന് നേരെ നമ്മൾ ഇതിലെ നേരെ വെള്ളം, ഇത് നേരെ 100 അടിക്ക് പള്ളിയുണ്ട്. വെള്ളം മൊത്തം ഇറങ്ങി പോയിട്ട് വെള്ളമില്ല, വേലിയിറക്കം സംഭവിച്ചതാ. 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് സൂര്യൻ അസ്തമിച്ച് കഴിയുമ്പോൾ വേലിയേറ്റം ഉണ്ടാവും. അതാ കൊക്കിന് അത്ര ഈസി ആയിട്ടേ കിട്ടിയത്. ആ ചെളിക്കകത്തങ്ങാണ്ടേ പെട്ട് നിൽക്കുവാണ്. കിടക്കുന്നുണ്ടോ? ഇവിടെയൊക്കെ മീൻ വളർത്തുന്ന സ്ഥലങ്ങളാ. വളർത്തിട്ട് ചൂണ്ടിടാൻ വേണ്ടി കൊടുക്കും. മറ്റേ അക്വാഫോണിക്സിന്റെ മറ്റേ വെള്ളത്തിലിട്ട് കൃഷി ചെയ്യുന്നതല്ലേ? വന്നായിരുന്നോ? ഇല്ലില്ല. സീ ഫുഡ് റെസ്റ്റോറന്റ്, സ്പോർട്സ് സെന്റർ. ഓക്കെ, നമ്മുടെ ചൂണ്ടക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇതെല്ലാം മറ്റേ ഇത് ചെയ്തിരിക്കുന്ന, കൃഷി ചെയ്തിരിക്കുന്ന മറ്റേ വെള്ളത്തിനകത്ത് മറ്റേ ടാങ്ക് ഇട്ട്. കായലുമായിട്ട് ബന്ധമില്ലേ ചേച്ചി? അല്ല, കായൽ മത്സ്യങ്ങളെ കരിമീനൊക്കെ പോലെ തന്നെ ഓരോ ടാങ്ക് ഉണ്ടോ, അതിനകത്ത് ഓരോ മീൻ, ഞണ്ട് കാണും. ഞണ്ട് ഓരോ മീനുകൾ മാറി മാറി ഇടും. അത് അടി വലയാ, വെള്ളം ഇത് കയറി ഇറങ്ങി പൊക്കോണ്ടിരിക്കും. പക്ഷെ മീൻ പുറത്ത് പോകാൻ പറ്റില്ല. പിന്നെ പിടിക്കണ്ട, പിന്നെ വലയിട്ട് പോലും എടുത്താൽ മതി. ഇതും കൂടെ ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത് ഞാൻ പയ്യെ. വെരി നൈസ്, വെരി നൈസ് ഓഫ് യു. താങ്ക് യു സോ മച്ച്. കുറ്റി ഇടുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറി കയറാതെ പൊങ്ങിക്കിടക്കാൻ വേണ്ടിട്ടാ. അല്ലെങ്കിൽ ഇതെല്ലാം ഇരുമ്പല്ലേ, താന്നു പോവുകയല്ലേ. Chinese nets. They are fishing nets. Chinese fishing nets. പുറകെ ഒരു വണ്ടിക്കാരൻ നമ്മളെ ഉന്തി വിടുന്നല്ലേ? ലോക്കൽ ആൾക്കാരായതുകൊണ്ട് നമ്മള്. ചേട്ടാ, ഞങ്ങള് ഫ്ലിപ്കാർട്ടിലെ ആൾക്കാരാ. അപ്പനും അമ്മയും മകളും കൂടെ വന്നിരുന്നത് ചൂണ്ടയിടുന്നു. ഏട്ടത്തേക്കുള്ള കാര്യമായി. വണ്ടിക്കാരനെ കയറ്റി വിട്ടത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഇവിടെ ഒരു താറാവ് വിൽക്കപ്പെടും. കുമ്പളങ്ങി. ഇത് കുമ്പളങ്ങി അല്ല സാറേ, ഇത് നമ്മൾ ഏകദേശം വെച്ച് നോക്കുമ്പോൾ പള്ളുരുത്തിയൊക്കെ എത്തി. പക്ഷെ ഇതിന്റെ സ്ഥലത്തിന്റെ പേരെങ്ങനെയാന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവിടെ രണ്ടു കരിമീൻ ഇരിപ്പുണ്ട്. വെട്ടിത്തിരി ചോദിക്കണോ? കരിമീൻ വേണോ? ഒരാളെയൊക്കെ മതിയോ? നാളെ ഉച്ചയ്ക്ക് കൂടെ നമുക്ക് എടുക്കാമല്ലോ. എന്നാണ് നമ്മളെ കണ്ടൽക്കാടുകൾ. പന്നമീനെ നോക്കിയിട്ട് വെട്ടിത്തിരി ചോദിക്കോളൂ. അല്ല ചുമ്മാ പന്നമീനൊക്കെ വിട്ടത്. സാറിൻ്റെ എല്ലാം സാറിന് ഇപ്പോൾ ചോദിച്ചോളെ എന്നാണെങ്കിലും വെട്ടാൻ പറയും. കരിമീനാണോ? എന്താ കരിമീനാണോ? കരിമീന വെട്ടിത്തരും ചേട്ടാ? ഇല്ലല്ലേ? ഒന്നും ഇല്ലല്ലേ? ക്ലീനിങ് അവിടെ നമ്പ്യാവരത്തി അവർ വെട്ടിത്തരും. എന്നാ വില അത്? 500 രൂപ വെച്ച് തരാം. വെട്ടിയാലെങ്കിൽ അത് പറ്റൂല. സമയമില്ല പോയി. സോറി. നമ്മൾ കഴിഞ്ഞ അവിടെ നിന്ന് മേടിച്ചത് 650. മാർക്കറ്റിൽ നിന്ന് അവിടെ നമ്മൾ പോയി മേടിച്ച് 650 കണ്ടത് അല്ലേ? നിന്നെ ഓടിക്കും. അത്ര വലിപ്പമില്ലെന്ന് തോന്നി. ഇന്നാ തന്നെ പിടിച്ച സാധനമാണ്. വെട്ടിയാണെങ്കിൽ പറഞ്ഞിട്ട് കൂട്ടം കൂട്ടായിട്ട് കുഞ്ഞിക്കിളി പറഞ്ഞു പോകുന്നുണ്ട് സാറേ. സാറിന് ഇതിനകത്തോണ്ട് കാണത്തില്ല ഒന്നും. തെരുവ് പട്ടിയുടെ പോകുന്നുണ്ടല്ലോ. നമ്മുടെ മനുഷ്യനൊക്കെ കൂടുതലുള്ളതാ സാധാരണ ഇതിലും കൂടുതൽ കാണുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെ അധികം പട്ടികളെ കണ്ടില്ല. പക്ഷെ ഇപ്പം ചേച്ചി വിട്ടുവന്ന് ചോദിക്കാം. ചേച്ചിക്ക് മുഴുത്ത കരിമീനൊക്കെ ഇരിപ്പുണ്ട്. രണ്ടാം മൂന്നാളെണ്ണം ഉണ്ട്. വെട്ടിയതെന്ന് വലിയ വരാണ്ടൊക്കെ ഉണ്ടല്ലോ. അന്നേരം വണ്ടിക്കാരൻ പെട്ടെന്ന് സംഭവങ്ങളൊന്നുമില്ല അവിടെ. ചോദിച്ചിട്ട് ചാള ഏറ്റവും ഗുണമുള്ളത്.
പക്ഷെ അതിപ്പോ നമുക്ക് ഇപ്പൊ ഈ കരിമീനെ ശുദ്ധജലത്തിൽ വളർത്താൻ പറ്റുന്ന കരിമീൻ വന്നിട്ടിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ തട്ടിപ്പാന്നും പറഞ്ഞ ഒത്തിരി മാത്രം ഉണ്ടായിരുന്നു. അതുകൊണ്ടല്ലോ ഈ കായൽ മത്സ്യം അല്ലാതെ നമ്മളിപ്പോ ഇടുക്കി കൊണ്ടിട്ട് വേണമെങ്കിൽ മീനെ വളർത്താം കരിമീനെ. ഇപ്പം അതിനുള്ള കുഞ്ഞുങ്ങൾ വന്നു. പക്ഷെ അത് വറുത്ത് കഴിഞ്ഞാൽ കണ്ടു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ പച്ചക്കാണെങ്കിൽ സിലോപ്പിയാണോ ഇതാണോ എന്ന്. അതിന് വിലയില്ല, അതിന് 150 രൂപ ഉള്ളു, ഇതിന് 600 രൂപ വില. അപ്പൊ ഈ സിലോപ്പിയ പോലെ തന്നെ നാടൻ വെള്ളത്തിലിട്ട് വളർത്താൻ പറ്റിയ കരിമീൻ കുഞ്ഞുങ്ങൾ വികസിപ്പിച്ചെടുത്തു. അപ്പൊ ശുദ്ധജലത്തിന് നമ്മൾ ടാങ്കിലൊക്കെ കരിമീനെ വളർത്താം. പക്ഷെ അതിന് ഈ കായൽ കരിമീന്റെ ടേസ്റ്റ് ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷെ അതിനത്ര വില മുടക്കാകില്ല. കരിമീന് 600 രൂപ, മറ്റേ മീനും അവർ കൊണ്ടുകൊണ്ട് 600 രൂപയ്ക്ക് വിൽക്കുവാണ്. പാടില്ലല്ലോ, പെട്ടെന്ന് കിട്ടുമല്ലോ. ഇതിപ്പോ നമ്മൾ ഹൈവേ ചെന്ന് ആടിയ പോലെ ഇല്ല, ഇത് നമ്മള് ഈ പള്ളുരുത്തിക്ക് അകത്ത് വന്ന് കയറി. നമ്മൾ മുമ്പേ പള്ളുരുത്തിന് അതിലല്ലേ പോയത്. നമ്മൾ മുമ്പേ ആ അങ്ങോട്ട് പോയ വഴിയെ പോകണമെങ്കിൽ നേരെ അവിടെ ഫോട്ടോ വെച്ച് വന്നിട്ട് നമുക്ക് ഈ പറഞ്ഞ തോപ്പുമടിയിലോട്ട് വരാം, നമ്മുടെ BOT പാലത്തിലോട്ട് വരാം. ഇനി ഞാൻ മാറ്റി BOT എന്നുള്ളത് BOT തന്നെയാണ്. മാസ്റ്റേഴ്സ് ഓഫ് ഡിഗ്രി അത് മാസ്റ്റേഴ്സ് ഓഫ് ഡിഗ്രി അല്ലല്ലോ അത്. അപ്പം ഇത് നമ്മളിപ്പോ അതിന് ഇടയ്ക്കൂടെ ഇവിടെ വന്ന് കാണിക്കാൻ വേണ്ടി ഇതിൽ ഇടയ്ക്കൂടെ കയറുന്നുള്ളൂ. ഇത് നമ്മള് അങ്ങോട്ട് പോകാം. 2 ചാച്ചിമാരെ കണ്ടു. ബിരിയാണി ഫ്രൂട്ട്സ് തിരക്കാം. വേണ്ട, തിരക്ക് കണ്ടോന്ന് നമ്മൾ ആ സാധനമൊക്കെ വിട്ടുപിടിച്ചു. ഞാൻ രാവിലെ നിങ്ങളവിടെ കട കയറിയില്ലേ ചേച്ചി, മെഡിക്കൽ സ്റ്റോറിൽ കയറിയപ്പോൾ ഞാൻ അവിടെ സീതപ്പഴം ചോദിക്കാൻ വേണ്ടി ഇപ്പൊ അന്നേരം അവിടെ തീർന്നു പോയി. എനിക്ക് ഇപ്പം അന്ന് വാട്ടർമെലനൊക്കെ എത്തുന്ന സമയത്തുണ്ടല്ലോ, ഞാൻ ഭയങ്കരമായിട്ട് എൻ്റെ ബോഡി ഇപ്പം ഏകദേശം കേരളമായിട്ട് ഒത്തു. മനസ്സിലായി. ഇപ്പൊ ഒരു ക്ലൈമറ്റിക്കലി നമ്മൾ അത് സെറ്റായി. ഒന്ന് ഇതായി. ഇനിയിപ്പോ അവിടെ ചെല്ലുമ്പോൾ വീണ്ടും നമ്മൾ കുറച്ചാൾ പിടിക്കുമല്ലേ. ഇനിയിപ്പോ ഇവള് തരുന്ന ഫുഡല്ലേ ഇനിയിപ്പോ എല്ലാം. അരിഞ്ഞു വെക്കുമല്ലേ. ക്യാബേജ് ആവിയായിട്ട് തിന്നുവോ? വെറുതെ